നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ അടുത്ത കോളപ്പിൽ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തും. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ബ്രസീലിൻ്റെ അടുത്ത മത്സരം വരുന്നത് സെപ്റ്റംബർ 5-നാണ്. സെപ്റ്റംബർ 5-ന് പുലർച്ചെ 6 മണിക്ക് ബ്രസീൽ ചിലിയുമായിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കും. പിന്നെ സെപ്റ്റംബർ 10-ന് പുലർച്ചെ 5 മണിക്ക് ബൊളീവിയക്കെതിരെ ബ്രസീൽ എവേ മത്സരവും കളിക്കും. ഈ മത്സരങ്ങൾക്കുള്ള സ്ക്വാഡിലേക്കാണ് നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താൻ ഇപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നത്. നെയ്മറെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സാൻഡോസിൻ്റെ അടുത്ത മത്സരം കാണാൻ ബ്രസീൽ ടീമിൻ്റെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ കാർലോ അഞ്ചലോട്ടിയുടെ സ്റ്റാഫ് എത്തും എന്നാണ് റിപ്പോർട്ട്. പുറത്തു വരുന്ന വിവരപ്രകാരം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് അടുത്ത മൊറുംബി സ്റ്റേഡിയത്തിൽ സാൻഡോസ് വേഴ്സസ് യുവൻഡയുടെ മത്സരം കാണാനെത്തും. അവിടെ ഇവർ അറ്റൻഡ് ചെയ്യുന്നത് നെയ്മർ അടക്കമുള്ള താരങ്ങളെ നിരീക്ഷിക്കാനാണ്. അപ്കമിങ് കോളപ്പിലേക്ക് നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമെന്ന് ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ നെയ്മർ ബ്രസീൽ ടീമിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ തൊട്ടരികിലാണ്. അടുത്ത മത്സരം സാൻഡോസിന് കളിക്കാനുള്ളത് യുവൻഡയുമായിട്ടാണ്. അത് ഓഗസ്റ്റ് 5-ന് പുലർച്ചെ 4:30-നാണ്. ആ മത്സരം നടക്കുന്നത് മൊറുംബി സ്റ്റേഡിയത്തിലാണ്. ആ സ്റ്റേഡിയത്തിലാണ് ഇപ്പോൾ കാർലോ അഞ്ചലോട്ടിയുടെ ടെക്നിക്കൽ സ്റ്റാഫ് അറ്റൻഡ് ചെയ്യും, നെയ്മറെ കൃത്യമായിട്ട് നിരീക്ഷിക്കുമെന്ന് പറയുന്നത്. എന്തായാലും ഇത് വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. നെയ്മർ ബ്രസീലിനായിട്ട് കളിച്ചിട്ട് നീണ്ട നാളുകളായി. ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് ബ്രസീലിയൻ ഫുട്ബോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടർച്ചയായി 4 കളികളിൽ നെയ്മർ 90 മിനിറ്റ് കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ശാരീരികമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ അടുത്ത മാസത്തെ ദേശീയ ടീമിൻ്റെ മത്സരങ്ങൾ അടുത്ത മാസം എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ ഓഗസ്റ്റ് പകുതിയോടുകൂടി ആ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിൻ്റെ സ്ക്വാഡ് കോച്ച് പ്രഖ്യാപിക്കും. അതിൽ നെയ്മർ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.